ആരാണ് നാഗങ്ങൾ? പുരാണപ്രകാരം. പുരാണങ്ങൾ പ്രകാരം ഋഷിയായ കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന ഭാര്യയിലുണ്ടായ മക്കളാണ് നാഗങ്ങൾ. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും പോലെ തന്നെ വേറിട്ട ഒരു വർഗമാണ്, സ്പീഷീസാണ് നാഗങ്ങൾ. ഇവർക്ക് മനുഷ്യരൂപം മാറാനും അപ്രത്യക്ഷരാകാനും മറ്റു മാന്ത്രിക ശക്തികൾ പ്രകടിപ്പിക്കാനും കഴിവുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് അവരെ സാധാരണ ജീവികളായി കാണാതെ ആരാധിക്കുന്നത്. നാഗങ്ങളെ ആരാധിക്കാൻ പ്രധാന കാരണം അവർക്ക് ത്രിമൂർത്തികളുമായും മറ്റു പ്രധാന ദൈവങ്ങളുമായുമുള്ള അടുത്ത ബന്ധമാണ്. മഹാവിഷ്ണു, അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത്. വിഷ്ണുവിന്റെ എക്കാലത്തെയും വലിയ ഭക്തനും സേവകനുമാണ് അനന്തൻ. ശിവൻ, വാസുകി എന്ന നാഗരാജാവിനെയാണ് ശിവൻ കഴുത്തിൽ ആഭരണമായി അണിഞ്ഞിരിക്കുന്നത്. ഗണപതി, ഗണപതി വയറ്റിലൊരു പാമ്പിനെ ബെൽറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ, കേരളത്തിൽ നാഗങ്ങളെ സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമായും കണക്കാക്കി ആരാധിക്കാറുണ്ട്. പ്രകൃതിയുടെ സംരക്ഷകർ, ഗാർഡിയൻസ് ഓഫ് എർത്ത് ആൻഡ് വാട്ടർ. നാഗങ്ങളെ ഭൂമിയുടെയും ജലത്തിന്റെയും കാവൽക്കാരായാണ് കണക്കാക്കുന്നത്. നിധികളുടെയും സ്വർണത്തിന്റെയും കാവൽക്കാർ നാഗങ്ങളാണ് എന്നാണ് വിശ്വാസം. കാർഷിക സമൃദ്ധിക്കും മഴയ്ക്കും സന്താനഭാഗ്യത്തിനും നാഗങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണെന്ന് കരുതപ്പെടുന്നു. ഉപദേവതാസ്ഥാനം. ക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠ, ഉദാഹരണത്തിന് കൃഷ്ണനോ ശിവനോ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഉപദേവതകളാണ് നാഗങ്ങൾ. അവർക്ക് ദൈവങ്ങളെപ്പോലെ തന്നെ നിത്യപൂജകളും നൈവേദ്യങ്ങളും സമർപ്പിക്കാറുണ്ട്. ചുരുക്കത്തിൽ, നാഗങ്ങൾ സാക്ഷാൽ ദൈവങ്ങളല്ലെങ്കിലും ദൈവതുല്യമായ ശക്തിയും സ്ഥാനവുമുള്ള ദിവ്യജീവികളാണ്. മനുഷ്യരെ അനുഗ്രഹിക്കാനും ശപിക്കാനും നിഗ്രഹിക്കാനും കഴിവുള്ളതുകൊണ്ടാണ് അവരെ ഭയഭക്തിയോടെ ആരാധിക്കുന്നത്.